അടിമാലി മണ്ണിടിച്ചിലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്ന 25 കുടുംബങ്ങളോട് വീടുകളിലേക്ക് മടങ്ങാൻ നിർദ്ദേശം. സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷമാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയത്. അപകട സാധ്യതയുള്ള മേഖലയിലുള്ളത് 16 കുടുംബങ്ങൾ മാത്രമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നു. ജെയിനസ് രാജുണ്ട്. ജെയിൻ, വിവരങ്ങൾ. രതീഷ്, 44 കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആദ്യഘട്ടത്തിൽ മാറ്റിയിരുന്നു. ഇതിൽ 8 കുടുംബങ്ങളെ അവർക്ക് പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. KSEBയുടെ ഇപ്പോൾ ഉപയോഗിക്കാത്ത ക്വാർട്ടേഴ്സുകളിലേക്കാണ് അവർ മാറ്റിയിരിക്കുന്നത്. അവശേഷിക്കുന്നവരിൽ 25 പേരോടാണ് അവർക്ക് വീടുകളിലേക്ക് മടങ്ങാം എന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് നൽകിയത്. അത് ആ മേഖലയിൽ ഇന്ന് റവന്യൂ ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഈ 25 കുടുംബങ്ങൾക്ക് കാര്യമായ ഭീഷണിയില്ല എന്ന ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ഭരണകൂടം ഒരു ഉത്തരവ് ഇറക്കിയത്. അവശേഷിക്കുന്ന 16 കുടുംബങ്ങളാണ്. ആ 16 കുടുംബങ്ങളോട് ആ കുടുംബങ്ങൾക്ക് ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ തുടരാം. പക്ഷെ അവരുടെ നിലവിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പിൽ നിന്ന് അവരെ തൊട്ടടുത്തുള്ള അടിമാലി മാർ ബേസിൽ കോളേജിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഈ തീരുമാനത്തിൽ ഈ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രതിഷേധമുണ്ട്. കാരണം അവിടെ അപകട സാധ്യതയില്ല എന്ന തരത്തിലൊരു ഉത്തരവ് ഇറക്കുക മാത്രമാണ് ചെയ്തത്. ഈ ആളുകളെ അപകട സാധ്യതയില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്താൻ ഉദ്യോഗസ്ഥരാരും ഇന്ന് എത്തിയില്ല. അപ്പൊ അത് പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഇത്തരം ഒരു ഉത്തരവ് എത്തിയപ്പോൾ തീർച്ചയായിട്ടും അതിൽ ആശങ്കയുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം അവർക്കിടയിലുണ്ട്. ശരി, മേഖലയിൽ 16 കുടുംബങ്ങൾ മാത്രമാണ് അപകട മേഖലയിലുള്ളത് എന്ന നിലപാടാണ്. അതേസമയം ജനങ്ങൾക്ക് ആശങ്കയുണ്ട്.